ഹലോ അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെരയിലൊക്കെ എത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആട്ടോ. അപ്പോൾ കുറച്ച് ദിവസം 2-3 ദിവസം അല്ല 4-5 ദിവസം വാഴക്കാടൊക്കെ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് 2 ദിവസം ആയിട്ടോ. ഞാൻ അവിടുന്ന് എടുത്ത് വെച്ച വീഡിയോസ് അതിന് ഇട്ടീനി. അത് ഇവിടെ എത്തിയാരെ പിന്നെ അപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നല്ല മൂടലാട്ടോ. അങ്ങനെ 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. ഇന്ന് പക്ഷേ മഴ പെയ്തിയില്ല, മൂടിയോണ്ട് നിൽക്കുക കേട്ടോ. രാവിലെ മുതലേ ഇങ്ങനെ മൂടിക്കുന്നുണ്ട്. രാവിലെ മുതൽ മഴ ഒന്നും പെയ്തിയില്ല. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആണെങ്കിലോ നല്ല വെയിലും നല്ല വെയിലുള്ള ദിവസങ്ങളെ കേട്ടോ. പെട്ടെന്ന് മഴ അങ്ങോട്ട് പെയ്തിട്ടോ. അപ്പോൾ ഐസമ്മ മുറ്റത്ത് ഇറങ്ങിന്. ഞങ്ങൾ ഇന്നലെ ഒന്ന് മഴ ആയതുകൊണ്ട് കണ്ടു അങ്ങനെ മുറ്റത്ത് ഇറങ്ങിയിട്ടില്ലേനി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങിക്കണ്. പിന്നെ 2 ദിവസം മുന്നേ ഞങ്ങൾ കണ്ടു ഇവിടെയൊക്കെ പുല്ല് കളയലും ഇതൊക്കെ ചെറുതായിട്ടൊരു ക്ലീനിങ് പണിയൊക്കെ ഇനി അതിൻ്റെ ഇടക്കാണ് പിന്നെ മഴ പെയ്തത്. മഴ ചെയ്തപ്പോൾ പിന്നെ ഞങ്ങൾ അത് നിർത്തി വെച്ചിട്ടു. പിന്നെ എടുത്തില്ലേ ഇനി. അപ്പോൾ ഇന്ന് ഞങ്ങളെ സ്റ്റെപ്പുമത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചാന്ന് വിചാരിച്ചാണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ 35-ാം പടി ഉണ്ടല്ലോ. അപ്പോൾ അതിമത്തെ പുല്ല് നന്നായിട്ട് നിറഞ്ഞിട്ടോ. കാട് മൂടി കിടക്കുക. ആൾതാമസം ഇല്ലാത്ത പോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പരിസരമൊക്കെ കണ്ടാൽ. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം. ഇവിടെയൊക്കെ അതാ പുല്ല് നിറഞ്ഞടക്കേന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ദിവസം ഇറങ്ങി ഞാനും ഉമ്മ ഇറങ്ങിയാണ്ട് ഫുള്ള് ഇവിടെയൊക്കെ പുല്ലേന് കേട്ടോ. പുല്ല് പറിച്ചപ്പോൾ അതാ പുതിയ പുല്ലുകളൊക്കെ മുളക്കുന്നുണ്ട്. അപ്പം അതൊക്കെ പറിച്ചാണ്ട് ആ തെങ്ങിൻ്റെ മിരട്ട് കൊണ്ടുപോയിട്ടോ. പിന്നെ നമ്മൾ കോവക്കൊക്കെ ഇതാക്കണം. അവിടെ അങ്ങനെ കയറും ഇതൊക്കെ കെട്ടി കൊടുത്തിന്. അയമക്കൂടെയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ്ട് കയറും ഇതൊക്കെ കെട്ടിയെടുത്തിന്. കോവക്ക ഉണ്ടായില്ല. അതിന് മുന്നേ ഈ റംബൂട്ടാൻ മല കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഫുള്ള് റംബൂട്ടാൻ മലേന്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ടാവുമെന്ന് അറിയൂല. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ക്ലീനാക്കി. പിന്നെ അതാ നമ്മളെ ഉമ്മ വരില്ലേ ഇപ്പുറത്തെ വശാട്ടോ. ഇവിടെ ഇന്നലെ ഈ കണ്ടൊക്കെ ഇന്നലെ പുല്ലൊക്കെ പറിച്ച് ഇന്നലെ ഞങ്ങൾക്ക് ഈ ചീരൻ്റെ കറിയനിട്ടോ. ഇതൊക്കെ ഉമ്മ നുള്ളിയതാണ്, ഇല നുള്ളി പോയതാണ്. ഈ ചീരൻ്റെ കറിയാണ് ഇന്നലെ. അപ്പോൾ ഇവിടെ ഉള്ള പുല്ലുകളൊക്കെ അതും ഇന്നലെ പറിച്ച്. അതേപോലെ ഞാൻ മുറ്റത്തൊക്കെ ഉണ്ട് കേട്ടോ പറിച്ചാൻ. ഇത് പറിച്ചിട്ട് എന്താ ഒരു അടുത്ത മഴ പെയ്യുമ്പോൾ വീണ്ടും അത് അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം പറിച്ചിട്ടോ. അപ്പോഴത്തേനും പിന്നെ കുറേ ഇവിടെ ഇതാ കുറച്ച് സ്ഥലം ഇങ്ങനെ പറിച്ച്. അപ്പോഴത്തേനും കുറേ സമയമായതുകൊണ്ട് തന്നെ പിന്നെ പറിച്ചില്ല. ഈ ചാക്കൊക്കെ എന്താ വെച്ചാൽ ഇതിലൊക്കെ മുളകും വെണ്ടയ്ക്കേന് കേട്ടോ. ഉമ്മ കുഴിച്ചിട്ടിനതാ മുളകും വെണ്ടയൊക്കെ. അപ്പം പിന്നെ ഒക്കെ പോയി. പിന്നെ ഇന്നലെ ഇനി ഇവിടെ കണ്ട ഞങ്ങളെ സ്റ്റെപ്പിൻ്റെ കോലം കണ്ട. അവിടെ സ്റ്റെപ്പ് ഉണ്ടോ ഇല്ലേന്ന് മനസ്സിലാവില്ല. അമ്മാതിരി പുല്ല് നിറഞ്ഞാണ് കേട്ടോ. പുല്ല് നിറഞ്ഞെടുക്കണുണ്ടല്ലേ. എങ്ങനെ പോയൊക്കെ പാടെ പറിച്ച് തീരാന്നൊന്നും അറിയില്ല. തീരെ വെക്കും ഇന്നൊരു ദിവസം കൊണ്ട് തീരുമെന്നൊന്നും അറിയില്ല. നിറച്ച് പുല്ലാട്ടോ. ഇവിടുന്നൊക്കെ എന്തൊക്കെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ തേക്ക് പോയി ഉണ്ടായതൊക്കെ ആ മതിലുമ്മ പോയി കണ്ടത്. ആ തേക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ വെട്ടിയില്ലെങ്കിൽ ഇപ്പോൾ മതിലടക്കി ഇരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഈ പുല്ലൊക്കെ പറിച്ചാണ്ട് ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഇവിടുന്ന് ഇന്നലെ ഞങ്ങൾക്ക് കുറേ കൂൺ കിട്ടിട്ടോ. അല്ലോ ഞങ്ങൾ കൂൺ പറിച്ചതാണ്. ഈ പുല്ലൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിക്കണുണ്ടല്ലേ. ഇന്നലെ ഇവിടുന്ന് കുറേ കൂനൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. ഈ വൈക്ക് അങ്ങനെ വരലില്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ അധികവും സ്റ്റെപ്പുമ്മ കൂടെ അങ്ങനെ കയറിയില്ല. അതാണ് ആ പുല്ലൊന്നായിട്ട് മുളച്ചിന്. പിന്നെ ഉമ്മമ്മ ഉള്ളപ്പോൾ ആകുമ്പോൾ ഉമ്മമ്മ അങ്ങനെ റോട്ടുമ്മ കയറുന്നതിനൊക്കെ ഉമ്മമ്മ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നുള്ളി പറിച്ച് ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ പറിച്ചാണ്ട് സ്റ്റെപ്പൊക്കെ എപ്പോഴും പുല്ലൊന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിയാണ്. ഇപ്പം ഉമ്മമ്മ പോയപ്പോൾ സ്റ്റെപ്പൊക്കെ ഫുള്ള് പുല്ല് മൂടി കിടക്കുന്നുണ്ട്. അപ്പം ഇമ്മയുടെ ചോറും ഇതൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പം ഉമ്മ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ വേറെ ഞങ്ങൾ നടക്കിയെന്ന് പറയണേ. ഞങ്ങളെ 2 ആളെയും ഇങ്ങോട്ട് വിട്ടിരുന്നത് പറിച്ചാനും വേണ്ടിയിട്ട്. ഇജ്ജ് അങ്ങോട്ട് പോയിക്കോ. ഇല്ലേ കണ്ടത്തിലാവും. ഇവളൊപ്പം കൂട്ടിയ ചിലപ്പോൾ ഇവള് കണ്ടത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ പണിട്ടോ. ഇപ്പോൾ നമ്മൾ പറിച്ചാൻ തുടങ്ങിയിട്ടോ. പറിച്ചണമെന്നൊന്നും തോന്നണില്ലല്ലേ.
മതിൽ വത്തത് കുറേ പുല്ലുണ്ടായിട്ടേ പറിച്ചിടന്നൊന്നും തോന്നണില്ല. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് കേട്ടത് പറിച്ചാൽ നല്ല ഈസിയാണ്. ഇതുണ്ടല്ലേ വേഗം പോരും, ഉണ്ട് അങ്ങനെ പോരും. പറിച്ചാനൊക്കെ ഈസിയാണ്, പക്ഷെ അത് പോരുന്നതിനനുസരിച്ച് അതിൻ്റെ ഒപ്പം ഈ സ്റ്റെപ്പുമുള്ള ഇതൊക്കെ പോരും, മണ്ണും ഇതൊക്കെ പോരും. അതല്ല ഈ ചെടീനെ അറിയോ, പണ്ട് എന്താ ചോറും കൂട്ടാനൊക്കെ ഇപ്പോഴത്തെ മാതിരി നമുക്ക് കുട്ടികളിൽ ഫോണല്ലല്ലോ അന്ന്. ഞാനൊക്കെ ചെറുതാനി അന്ന് ഫോണനല്ല, എൻ്റെ കൂടെ ഒന്നും ഫോണനല്ല കേട്ടോ. അപ്പോൾ ഈ ഇലനെ മല്ലിച്ചപ്പ് എന്നാണ് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇത് മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞാണ്ട് ഇതിനെ പറിച്ചുകൊണ്ട് വെക്കാണ്ടൊക്കെ ചോറ് കൂട്ടാനുണ്ടാക്കുമ്പോൾ ഇടലൊക്കെ. പണ്ടത്തെ കാലം. ഇപ്പൊന്നും കുട്ടികൾ ചോറും കൂട്ടാൻ പരിപാടിയൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കിച്ചൺ കിറ്റൊക്കെ ആയില്ലേ, അന്ന് ചിരട്ടയൊക്കെ എടുത്താണ്ടല്ലേ. ഇതെല്ലാം ഈസി ആയിട്ടുണ്ടല്ലേ, എങ്ങനെ പോരും. നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേനും ഇത് പോരും. പക്ഷെ നമ്മൾ ഈ മതിൽമത്തത് ആണ് പ്രശ്നം. ഇതിങ്ങനെ മൊത്തത്തിൽ നമുക്ക് എടുക്കുക. ഇത് ഇവിടെയൊക്കെ ഞാൻ കുറച്ച് പറിച്ചതാട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലേ, ഇതിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ മതിലിൻ്റെ ഈ കല്ലിൻ്റെ ഇടയുള്ള ഈ സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, മണലോ മണ്ണോ എന്തൊക്കെയോ, അതിങ്ങനെ പോരും. ഇത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോഴേ അതും കൂടി ഒപ്പം പോരും. അങ്ങോട്ടേക്കൊക്കെ നല്ലോണം ഇട്ടോ, അങ്ങോട്ടൊന്നും നമുക്ക് എത്തൂല. എന്താ അപ്പം ഇതിപ്പോൾ ഇനി എപ്പോഴാണ് തീരാന്നറിയില്ല കേട്ടോ. അത് മുഴുവൻ പറിച്ചെടുത്തിട്ട് എപ്പോഴാണ് തീരാന്നറിയില്ല. പറിച്ചൊരു പകുതി സ്റ്റെപ്പ് വരെയൊക്കെ പറിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര വരെ ആയി എന്നൊന്നും അറിയണില്ല. നടക്ക് ഞാനായിട്ട് വരാമെന്ന് പറഞ്ഞ ആളെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇമ്മനോടാറ് നടക്ക് ഞാനായിട്ട് വരാറ്. ഇപ്പം ഉമ്മാനൊന്നും കാണാറില്ല. ഇപ്പം വെയിലായിട്ടോ, ഇതുവരെ വെയിലില്ലേ, ഇനി ഒരു മൂടി കെട്ടി ഇങ്ങനെ നിൽക്കേനി. പക്ഷെ ഇപ്പോൾ വെയിലും ആയിപ്പോൾ സ്റ്റെപ്പുമ്മക്ക് നല്ല വെയിലിങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ. ഇഞ്ഞുകൊണ്ട് കുറേ പറിച്ചാൻ, കുറച്ചൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ പറിച്ചത്. ഇപ്പോൾ ഇതാ വിടുന്നാണ്ട് താഴത്തേക്കുള്ളതൊക്കെ പറിച്ചിട്ടോ. അതിലും എനിക്ക് എത്തുന്നോടൊക്കെ ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. കയ്യിൻ്റെ ഒക്കെ കോലം കണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് എന്തോ കുത്തിയും ചെയ്ത് മുള്ളാന്നാണ് തോന്നുന്നത്. നല്ല മുള്ളുണ്ട് കേട്ടോ, ചെറിയ തൊട്ടാവാടിയില്ലേ അതുകൊണ്ട്. ഇനി ഇത്രയും പകുതിയൊന്നും ആയിട്ടില്ല പകുതിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇനി ഇത്രയും ഭാഗം പറിച്ചാനുള്ളതാട്ടോ. പുല്ലൊക്കെ പറിച്ച് കയറാടെ നുറൂലെത്തിട്ടോ. ഇനിയിപ്പോൾ ഒരു 5, 6, 7 സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ. അപ്പോഴത്തേനും മഴ പെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. മഴ പെയ്തപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഇനി ഇതൊന്ന് അടിച്ചു വരണം. ഫൈനലി നമ്മളെ സ്റ്റെപ്പിൻ്റെ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞു. ഉമ്മ താഴെ ഉണ്ട് കേട്ടോ. ഉമ്മ താഴെ നന്നാക്കുന്നുണ്ട്. ഐജമോളും ഉണ്ട് കേട്ടോ ഉമ്മാൻ്റെ ഒപ്പം. ഓലയുടെ താഴെ നന്നാക്കുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കിട്ടോ. അപ്പോൾ സ്റ്റെപ്പുമ്മത്തെ എല്ലാ പുല്ലും പറിച്ച് കഴിഞ്ഞ് 35 സ്റ്റെപ്പ് പോരാഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ 2 കൂടി റോഡ് പണിക്കാരെ വക ഉണ്ടാക്കിയെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെരയൊന്നും ഇവിടുന്ന് കാണുന്നില്ല. പെരേക്ക് പോണ വയ്യാണിത്. ഈ 35 സ്റ്റെപ്പ് 35, 36, 37 ഇറങ്ങാതെ നമ്മളോട് എത്തൂല. ഫുള്ളും ഇറങ്ങിയാലേട്ടോ താഴെ എത്തുള്ളൂ. ഓല് 2 അവിടെ പറിച്ചിട്ടുണ്ടായിന്. അപ്പം ഇത് എന്താ പറയുക, ഒന്ന് അടിച്ചു വരണം കേട്ടോ. ഇപ്പോൾ ചൂല അത് അവിടെ ഉണ്ട്. ഇനി ഇതൊന്ന് അടിച്ചു വരട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മളെ സ്റ്റെപ്പ് ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ താഴെ എത്തി. ഇവിടെയൊക്കെ അമ്മ കേട്ടോ റെഡിയാക്കിയത്. ഞാൻ നൊറു പറിച്ച് ഇതാക്കിയപ്പോഴത്തേനും ഇവിടെയൊക്കെ അമ്മ റെഡി. വെയിലാട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കൊരു മഴ ഒന്ന് പെട്ടെന്ന് വന്നിക്കാണ്ട് മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. പിന്നെ ആ മഴ അതേപോലെ തന്നെ പോവുകയും ചെയ്ത്. ഇമ്മ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ പറിച്ചിന്. അടിഭാഗത്തൊക്കെ ഉമ്മ പറിച്ച് സ്റ്റെപ്പ് ഞാൻ പറിച്ച് അടിച്ച് വാരി ഇതാക്കിട്ടോ റെഡിയാക്കി. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ അമ്മ പറിച്ചിട്ടോ. ഇനിയും പറിച്ചുണ്ട്, പക്ഷെ എന്നാലും കുറേയൊക്കെ റെഡിയായി. ഇവിടെയൊക്കെ അമ്മ പറിച്ച് സ്റ്റെപ്പ് ഇതാക്കണ നല്ല
പറിച്ച് നമ്മൾ റെഡിയാക്കി. ഇനി അവിടെ കുറച്ച് ഇങ്ങനെ പറിച്ചാൽ കേട്ടോ. അത് ഞാൻ നാളെ പറിക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഇനി കുഴങ്ങിക്കണ മതി നിർത്തി. അപ്പം ഞാൻ നാളെ പറിച്ചാന്ന് വിചാരിച്ച്. അപ്പം അതാ ഫുള്ള് പറിച്ച്. ഇനി മുറ്റത്തും കുറച്ചുണ്ടാവും കൂടി പറിച്ചാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ എന്തോ ആരെങ്കിലുമൊക്കെ റോട്ടുമ്പോൾ നോക്കുമ്പോൾ വിചാരിച്ചു ഇവിടെ എന്താ ആൾക്കാരൊന്നും ഇല്ലേ, ആൾ താമസം ഇല്ലാത്ത പോലേനി. അപ്പം അതൊക്കെ റെഡിയായി. അങ്ങനെ അതാ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. പുല്ല് ഒക്കെ ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ എടുക്കാൻ. കഴിഞ്ഞ് നാളേക്കാക്കി. നമ്മൾ കുഴങ്ങിയതിനോട് ഇനി നാളെ ആക്കാറുണ്ട്, നാളേക്കാക്കിട്ടോ. അപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിക്കാണ്ട് നമ്മൾ ചോറ് തിന്നാൻ പോവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ, ഞാനവിടെ പറിച്ചാൻ കയറിനല്ലോ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ സ്പെഷ്യലാണെന്ന്. അപ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഞാൻ മുകളിലെത്തിയപ്പോഴത്തേനും അടിയിലെത്തിക്കാണ്ട് എൻ്റെ ഒപ്പം പുല്ല് പറിച്ചാനും കൂടിയിട്ടോ. താഴെയൊക്കെ ഉമ്മയാണല്ലോ ആക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഉണ്ടാക്കിയ ചോറും കൂട്ടാനും കേട്ടോ. അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടൊന്നും ഇല്ലേന് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണമെന്നും. പെട്ടെന്ന് ഇതാക്കണം. ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കണ. കറി ചിക്കൻ കൊണ്ടുവന്നതിന് കറി എന്താ വെക്കാന്ന് കരുതിക്കാണ്ട്. അപ്പോൾ അമ്മ വേഗം അതിനോട് ബിരിയാണിയൊക്കെ ആക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇമ്മ തിന്ന പൈസമോക്ക് ഞാൻ കൊടുക്കേന് കേട്ടോ. അപ്പം പിന്നെ ഓക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് തിന്നാൻ വിചാരിച്ചടിയാ തിന്നില്ലേനി. അപ്പം ഉമ്മയോളായിട്ട് പോയിന്. അപ്പം ഞാൻ ചോറൊക്കെ തിന്നിട്ടോ എന്നിട്ട് കാണാം. അതാ പിന്നെ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കിടന്ന് വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാനായിരുന്നു കേട്ടോ സമയം. നല്ല വൈകുന്നേരമായി. അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നിട്ട് ചെറിയൊരു എന്തോ മുക്കിനും ഇതിനൊക്കെ എന്തോ തകരാറുണ്ട്. അപ്പം ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ചായയൊക്കെ കുടിച്ച്, ചായക്കൊന്ന് പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കിയില്ല. ചായയും മിച്ചറൊക്കെ കുടിച്ചിക്കാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പം ഉമ്മ ഉണ്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ ഫോൺ വിളിയിലാണ്. ഇങ്ങോട്ട് വാ. ഇമ്മ മക്കളൊക്കെ ആയിട്ട് അവിടെ ഫോൺ വിളിയിലാട്ടോ. മക്കളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈകുന്നേരം ഐസമോളെ ഇങ്ങോട്ട് വാ, ഉളയിലൊക്കെ കയറി പോകണ്ട കേട്ടോ. അപ്പം അങ്ങനെ കയറി പോകല്ല കേട്ടോ സ്റ്റെപ്പ്. ഞങ്ങളിവിടെ ഇങ്ങനെ കുണ്ടിലാണല്ലോ, ഈ സ്റ്റെപ്പൊക്കെ പാടെ ഇറങ്ങിയിട്ടാണല്ലോ നമ്മളപ്പോൾ നല്ല കുണ്ടിലാട്ടോ. നല്ല ഉയരണ്ട് മതിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നാണ്ട് ഇറങ്ങിയ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നുറുക്ക് കയറലില്ല. അപ്പോൾ പിന്നെ ഓളും അങ്ങനെ പോകലൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മളവിടെ കയറിയതോ ആയതോ ഒക്കെ ആയതുകൊണ്ടാണ് ഓള് പോണത് കേട്ടോ. ഇങ്ങോട്ട് പോരിട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൃത്തിയാക്കലും എന്തോ ചുറ്റുപാടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതണേ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യേണ്ടി, ഷെയർ ചെയ്യേണ്ടി, പിന്നെ നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ഇടേണ്ടി കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റ ബൈ ബൈ.